ഇന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല മടിയും എന്നാലോ പുറത്തുനിന്ന് വല്ലതും അബദ്ധവശാൽ കഴിച്ചു പോയി കഴിഞ്ഞാൽ അപാര കുറ്റബോധം തോന്നുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയൊരു പരിപാടി കേട്ടോ. നമ്മളെ കുറച്ച് ബർഗർ പാറ്റീസ് ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് വെജീസൊക്കെ എടുത്ത് വെച്ച് കണ്ടല്ലോ. കുറച്ച് ബ്രോക്കലി, പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനത്തെ നമുക്കിഷ്ടപ്പെട്ട ഏത് വെജീസും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് സവാള നന്നായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് നിങ്ങൾ കണ്ടല്ലോ, അതിലേക്ക് ആ വെജീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, ഉപ്പും ചേർത്തിട്ട്. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണേലും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ലെയറായിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്ക് ചെയ്തിട്ടാണല്ലോ കൊടുത്തത്. അതുകൊണ്ട് ഒരു 2-3 ദിവസം വരെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ ഈസി ആയിട്ട് മൂപ്പരിരുന്നോളൂ. ഇനിയിപ്പല്ല, നിങ്ങൾക്ക് ഇതിനേക്കാളും മടിയുള്ള ആളാണ്, ഇത് കുറച്ച് അധികം ദിവസം സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ പാറ്റും എടുത്തിട്ട് ക്ലിങ് റാപ്പിൽ നന്നായിട്ട് പൊതിയുക. ഒട്ടും എയറൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിനൊരു സിപ്ലോ കവറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളൊരു ഫില്ലിംഗ് ആയിട്ട് ഇതങ്ങ് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും ഇതിനോടുള്ള ഫില്ലിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ്.